18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്നും നാളെയുമായി നടക്കും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ പ്രോട്ടേം സ്പീക്കർ ചുമതലയേൽക്കും. കേരളത്തിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്ന് വൈകിട്ടോടെ നടക്കും. അതേസമയം പ്രോട്ടേം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ നിന്ന് ഇന്ത്യ സഖ്യം പിന്മാറി. പ്രോട്ടേം സ്പീക്കറായി 8 തവണ അംഗമായ കൊടിക്കുന്നിൽ സുരേഷിനെ നിയമിക്കാത്തതിൽ ആണ് പ്രതിഷേധം. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ആണ് ചേരുന്നത്. രാഗേഷ്, ആദ്യം ഈ സത്യപ്രതിജ്ഞയുടെ ഓർഡർ എപ്രകാരമാണ് എന്നുള്ളതൊന്ന്. 2, പ്രോട്ടേം സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം നേരത്തെ തന്നെ കോൺഗ്രസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ പാനലിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യ സഖ്യം പിന്മാറുകയും ചെയ്തിട്ടുള്ളത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, പുതിയ അധ്യായത്തിന് തുടക്കമാവുകയാണ്. കാരണം 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുന്നു. പതിവ് പോലെ തന്നെ 11 മണിക്കാണ് ലോക്സഭ സമ്മേളിക്കുന്നത്. ഏതായാലും ഇന്ന് ആദ്യം നടക്കുക അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ്. അതിനു മുൻപായി 10 മണിക്ക് പ്രോട്ടേം സ്പീക്കറായി BJP അംഗം ഭർതൃഹരി മെഹ്താബ് ചുമതലയേൽക്കും. രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. അതിനുശേഷം 11 മണിക്ക് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് പ്രോട്ടേം സ്പീക്കർ മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. ആദ്യം സഭയിലെ നേതാവ് എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യും. അതിനുശേഷം ക്യാബിനറ്റ് മന്ത്രിമാർ, തുടർന്ന് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ, അതിനുശേഷം സഹമന്ത്രിമാർ. അതിനുശേഷമാണ് മറ്റംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുക. ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് മുമ്പായി പ്രോട്ടേം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിലെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാലാണ് മറ്റംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുക. അത് അക്ഷരമാല ക്രമത്തിലാണ് നടക്കുന്നത്. അതായത് ആൻഡമാൻ നിക്കോബാർ എന്നുള്ള അംഗമായിരിക്കും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക. അതിനുശേഷം ആന്ധ്രയിൽ നിന്നുള്ള അംഗങ്ങൾ, അങ്ങനെ സംസ്ഥാനങ്ങളുടെ അക്ഷരമാല ക്രമത്തിൽ ഈ സത്യപ്രതിജ്ഞ നടക്കും. കേരളത്തിലെ അംഗങ്ങൾ 19 പേരാണ് നിലവിൽ കേരളത്തിലെ അംഗങ്ങളായിട്ടുള്ളത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നുള്ള അംഗത്വം ഇതിനോടകം തന്നെ രാജിവെച്ചിട്ടുണ്ട്. ഈ 19 പേരിൽ 18 പേരായിരിക്കും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക എന്നാണ് ലഭിക്കുന്ന വിവരം. ശശി തരൂർ ഒരുപക്ഷെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കില്ല. അങ്ങനെയെങ്കിൽ 18 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. കേരളത്തിലെ അംഗങ്ങളുടെ സമയം നിശ്ചയിച്ചിട്ടുള്ളത് 4 മണി മുതൽ 5 മണി വരെയാണ്. കാസർഗോഡ് അംഗം രാജ്ഭവൻ ഉണ്ണിത്താനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക. അതിനുശേഷം കണ്ണൂർ, അങ്ങനെ തിരുവനന്തപുരം വരെയുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യും. നാളെയും സമാനമായ രീതിയിലുള്ള സത്യപ്രതിജ്ഞ ചടങ്ങ് നിശ്ചയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 6 മണി വരെ നാളെയും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷം മറ്റന്നാളാണ് സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുക. അന്ന് തന്നെയാണ് രാജ്യസഭാ സമ്മേളനവും ആരംഭിക്കുക. അതിനുശേഷം നന്ദി പ്രമേയത്തിനുള്ള ചർച്ച നടക്കും. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഏതായാലും ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത്. ശരി, അതോടൊപ്പം